ഹായ് എവരി വൺ. ഇന്ന് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്ത് കാണിക്കാൻ പോകുന്ന എക്സസൈസ് ഹൗ ടു ഡു എ പുള്ളപ്സ്. നമുക്ക് ചിന്നപ്പോ പുള്ളപ്പോ എങ്ങനെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാം. ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഒത്തിരി ഫീമെയിൽ ക്ലയൻസ് ജോയിൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ചോദിക്കാറുണ്ട് ഞങ്ങൾക്കൊന്ന് പുള്ളപ്സ് ചെയ്യണമെന്ന്. പലപ്പോഴും അവരത് ട്രൈ ഔട്ട് ചെയ്യും, എൻ്റെ പിന്നെ ഇഞ്ചുറി അല്ലെങ്കിൽ പ്രോപ്പർലി അത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു ഫിറ്റ്നസ് ടിപ്പായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ഔട്ട് ചെയ്യാവുന്ന ഒരു പുള്ളപ്സിൻ്റെ ഒരു ട്രെയിനിങ് സെഷനാണ് ഈ സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ആദ്യം കാണിച്ചു തരാം. നമുക്കിത് രണ്ട് ഫേസിലായിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവ് ഫേസിലാണ് മസിൽ കൂടുതൽ മസിൽ സ്ട്രെങ്തനിങ് ആവുന്നതും മസിൽ ബിൽഡ് ആവുന്നതും അതിൻ്റെ നെഗറ്റീവ് ഫേസിലാണ്, അതിൻ്റെ ഈസെൻട്രിക് ഫേസിലാണ്. അപ്പോൾ ഈസെൻട്രിക് ട്രെയിനിങ് ആണ് ഈ ഒരു പുള്ളപ്സ് ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കാവുന്ന ഏറ്റവും നല്ല മെത്തേഡ് ഓഫ് ട്രെയിനിങ്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പുള്ളപ്സ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഗ്രിപ്പ് സ്ട്രെങ്ത് നന്നായിട്ട് വേണം. കാര്യം ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബിഗിനർ വരുമ്പോൾ ലാറ്റ് പുൾ ഡൗൺ ചെയ്യുന്നത് ഓൾമോസ്റ്റ് പുള്ളപ്പിൻ്റെ തന്നെ ഒരു വേർഷനാണ് ലാറ്റ് പുൾ ഡൗൺ. അതിൽ നമുക്ക് ഒരു 5 കിലോ മുതൽ 100 കിലോസ് വരെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ നേരത്തെ ട്രെയിനേഴ്സ് തരുന്നതും നിങ്ങൾ ചെയ്യുന്നതും 5 കിലോയോ 10 കിലോയോ 12 കിലോ 15 കിലോ വരെ അല്ലെങ്കിൽ മാക്സിമം 20 kgs വരെ ആയിരിക്കും നമ്മൾ ലാറ്റ് പുൾ ഡൗൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ 20 kgs നമുക്ക് ലാറ്റ് പുൾ ഡൗൺ ചെയ്യാൻ നേരത്ത് ഒരിക്കലും ഗ്രിപ്പ് സ്ട്രെങ്ത് കൂടുതലായിട്ട് വേണ്ട. പക്ഷേ നമ്മളൊരു പുള്ളപ്സ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഒരാളുടെ ബോഡി വെയ്റ്റ് 50 കിലോ അല്ലെങ്കിൽ 60 കിലോ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ അറൗണ്ട് 80 കിലോസ് ആണെങ്കിൽ ഈ 80 കിലോസിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്ത് ഈ ഗ്രിപ്പിന് വേണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഗ്രിപ്പ് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് ആണ്. അറ്റ് ദ സെയിം ടൈം സ്റ്റാറ്റിക്കലി ബാക്ക് മസിൽസിനെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് ഹോൾഡാണ് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത്. അതിന് ചെയ്യേണ്ടത് നമുക്കൊരു ഒന്നെങ്കിലൊരു പുള്ളപ്പ് ബാറാകാം. പക്ഷേ പുള്ളപ്പ് ബാറിൽ നിങ്ങൾക്ക് കയറി നിൽക്കാനുള്ള പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റൂൾ യൂസ് ചെയ്ത് കയറി നിൽക്കാം. ബൈ ഡിഫോൾട്ട് ഇത് പുള്ളപ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റോൺ എന്ന് പറയും അസിസ്റ്റഡ് പുള്ളപ്പ് മെഷീനാണ്. പുള്ളപ്പിന് നിന്നതിന് ശേഷം ഇപ്പം ചിന്നപ്പാണെങ്കിൽ നമുക്ക് ഈ ക്ലോസ് ഗ്രിപ്പ് പിടിക്കാം. അതിനുശേഷം ഗ്രിപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് തം ഡൗൺ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ചിലർ തം അപ്പ് ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബിഗിനേഴ്സിന് എപ്പോഴും തം ഡൗൺ ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം ഈ പൊസിഷനിലേക്ക് മാക്സിമം നമ്മൾ ഹോൾഡ് ചെയ്ത് കൗണ്ട് ചെയ്യുക. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 ആൻഡ് സ്ലോലി ഡൗൺ. അത് ചെയ്തതിന് ശേഷം നമുക്കൊരു 20 സെക്കൻഡ്സോ 30 സെക്കൻഡ്സോ നമ്മളുടെ ഒരു റിക്കവറി എബിലിറ്റി അനുസരിച്ചിട്ട്, ഇപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ഹാർട്ട് റേറ്റ് ഒക്കെ പെട്ടെന്ന് റിക്കവറി എബിലിറ്റി ഉള്ളവർക്ക് ആകാം, അല്ലെങ്കിൽ ഒന്ന് മസിൽസ് റിലാക്സ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് രണ്ടാമത്തെ സെറ്റിലേക്ക് പോവാം. സെയിം പൊസിഷൻ, മുകളിൽ പോവുക, ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. അപ്പോൾ ഒരു കംഫർട്ടബിളി ചാലഞ്ചിങ് ആവുന്ന റെപ്പിറ്റേഷൻ ഫിക്സ് ചെയ്യുക. ഞാനിപ്പോൾ അറൗണ്ട് 16 റെപ്സിൽ ഫെയിലിയറായി, ഞാൻ വീണ്ടും റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഇതൊരു 3 to 4 times അല്ലെങ്കിൽ 5 times വരെ നമുക്ക് ഈ ഒരു റുട്ടീൻ ആദ്യം ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പാർട്ടിസിപ്പൻസ് ഒരു 5 to 10 minutes വാമപ്പ് ചെയ്തു. അതിനുശേഷം അവർ ചെറിയ വെയിറ്റിൽ ലാറ്റ് പുൾ ഡൗൺ ചെയ്തു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് മസിൽസ് ഇത്രയും ഒരു ലോഡ് കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ജനറൽ വാമപ്പ്, അതിനുശേഷം ഒരു സ്പെസിഫിക്കലി ലാറ്റ് പുൾ ഡൗണിൽ ഒരു വാമപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് സഫിഷ്യൻറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം എഗെയിൻ ഗോ അപ്പ്, ഒരു 10 seconds ഹോൾഡ് ചെയ്യാം മുകളിൽ. അതിനുശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 താഴത്തെ പൊസിഷനിൽ എത്തിയതിന് ശേഷം നിങ്ങൾ പുൾ അപ്പ് ചെയ്യേണ്ട. നിങ്ങൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് പോവുക. അതിനുശേഷം വീണ്ടും ഹോൾഡ് ചെയ്യുക. അതിനുശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വീണ്ടും സപ്പോർട്ട് എടുക്കുക. വീണ്ടും മേളിൽ പോയി ഹോൾഡ് ചെയ്യുക. അതിനുശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആൻഡ് ഡൗൺ. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പോസിറ്റീവ് ഫേസ് അല്ലെങ്കിൽ കോൺസെൻട്രിക് മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് എ ഗ്രാവിറ്റി മൂവ്മെൻറ്റ്. ഞാൻ പ്യുവർലി നിന്ന് മുകളിലേക്ക് വെറുതെ സപ്പോർട്ട് എടുത്താണ് പോകുന്നത്. ഞാൻ ഒരു കാരണവശാലും കോൺസെൻട്രിക് മൂവ്മെൻറ്റ് മേലോട്ട് പോകുന്നത് ഞാൻ വിത്ത് അസിസ്റ്റൻസ് ജസ്റ്റ് കയറി നിൽക്കുന്നു, ആ പൊസിഷനിൽ പോയി ഹോൾഡ് ചെയ്യുന്നു. ഐ ജസ്റ്റ് റിപ്പീറ്റ്, ജസ്റ്റ് ഗോ അപ്പ്
ഗെറ്റ് ദ ഗ്രിപ്പ്. ഈസെൻട്രിക് ഫേസ് മാത്രം വളരെ സ്ലോ ആയിട്ട് ഒരു 10 to 12 കൗണ്ട്സ് സ്ലോ ആയിട്ട് താഴേക്ക് പോവുക. നിങ്ങൾക്ക് എല്ലാവരും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എത്ര കൊണ്ട് സ്ലോ ആയിട്ട് ചെയ്യാം അത്ര കണ്ട് നമുക്ക് ആ വർക്കൗട്ടിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രാക്ടിക്കലി ഞാൻ ചെയ്ത് കാണിക്കുന്നത് 2 പാർട്ടിസിപ്പൻസ് ഉണ്ട്. മരിയയും മരിയയുടെ ഫ്രണ്ടുമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അവരിത് ട്രെയിൻ ചെയ്തതിന് ശേഷം 6 weeks to 8 weeks ഇത് ട്രെയിൻ ചെയ്യും. അതിനുശേഷം അവർ എത്ര ഈസി ആയിട്ട് പുള്ളപ്സ് പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി കാണിച്ചു തരാം. കം ഹോൾഡ് ഫേം ഗ്രിപ്പ്. തം ഡൗൺ ആണ്, നിങ്ങൾക്ക് കാണാം തം ഡൗൺ ആണ്. ഗോ അപ്പ് ഓൺ ദ കാഫ്, ലിഫ്റ്റ് അപ്പ്, ഗോ അപ്പ്, ഹോൾഡ്. 1 2 3 4 5 6 7 8 9 10. Slowly down, come out. Position, thumb down, firm grip, hop, hold. 1 2 3 4 5 6 7 8 9 down, come out. Take gap. നിങ്ങൾക്ക് കാണാം എന്തോരം സ്ട്രെയിൻ വരുന്നുണ്ടെന്നുള്ളത്. ആ പൊസിഷൻ ഇപ്പോൾ ഇവരോട് മേലോട്ട് പുള്ളപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ടു ഡിഫിക്കൾട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മരിയ ഒന്ന് താഴെ നിന്ന് പുള്ളപ്സ് ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാം. ജസ്റ്റ് നോർമൽ പുള്ളപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തേ. താഴെ പോകും, താഴത്തെ പൊസിഷൻ പോയിട്ട് പുള്ളപ്പ് ചെയ്യാൻ നോക്കി. ഓക്കെ, കം ഔട്ട്. ജസ്റ്റ് ഒന്ന് വന്നേ. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നെയാണ്. അതായത് ഇതിൻ്റെ പോസിറ്റീവ് ഫേസ്, കോൺസെൻട്രിക് ഫേസ് ട്രൈ ഔട്ട് ചെയ്യാനാണ്. ഉണ്ടോ, ഒട്ടും തന്നെ പറ്റുന്നില്ല. അറ്റ് ദ സെയിം ടൈം കോൺസെൻട്രിക് ഫേസ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, തീരെ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി മുകളിൽ പോയി ഹോൾഡ് ചെയ്തേ. ഗോ അപ്പ്, ഹോൾഡ് ആൻഡ് സ്ലോലി പയ്യെ മുകളിലേക്ക് പോയേ. ഈ പയ്യെ താഴേക്ക് വന്നേ. സ്ലോലി 1 2 3 4 5 6 ആൻഡ് ഡൗൺ, കം ഔട്ട്. അതായത് കോൺസെൻട്രിക് ഫേസ് ഇവർക്ക് ഒട്ടും തന്നെ പോകാൻ പറ്റുന്നില്ല. സ്റ്റിൽ നെഗറ്റീവ് ഫേസ്, അത് ഈസെൻട്രിക് ഫേസ് കമ്മിങ് വിത്ത് ഗ്രാവിറ്റി, അത് കൺട്രോൾഡായിട്ട്, ഓൾമോസ്റ്റ് കൺട്രോൾഡായിട്ട് താഴേക്ക് വരാൻ പറ്റുന്നുണ്ട്. അപ്പം ആ പറ്റുന്ന കാര്യത്തിന്മേൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് നെഗറ്റീവ് ട്രെയിനിങ് മാത്രം ചെയ്തുകൊണ്ട് മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് ട്രെമൻഡസ്ലി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതൊരു 6 to 8 വീക്സിലേക്ക് ഫേസ് ഔട്ട് ചെയ്താണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അടുത്ത നമ്മളുടെ മൂവ്മെൻറ്റ് വരുന്നത് മുകളിൽ പോയിട്ട് ഹോൾഡ് ചെയ്യുന്നു. 10 കൗണ്ട്സിൽ താഴേക്ക് നെഗറ്റീവ് ഫേസിൽ സ്ലോ ആയിട്ട്. എത്ര കൊണ്ട് നമുക്കിത് സ്ലോ ആക്കാം അത്ര കൊണ്ട് എഫിഷ്യൻസി അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് കൂടുതൽ ഡെവലപ്പ് ആവും. അപ്പം അടുത്ത ഫേസ് അതാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് ജസ്റ്റ് ഹോൾഡ്, ഗ്രിപ്പ് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ട്രെയിനിങ്, സെക്കൻഡ് ഫേസിൽ മരി ഇപ്പോൾ മുകളിൽ പോയി ഹോൾഡ് ചെയ്യും, ഗ്രിപ്പ് സ്ട്രോങ് ആയിട്ട്. ഒരു 3 കൗണ്ട്സ് ഹോൾഡ് ചെയ്യണം. 1 2 3. ഇനി സ്ലോലി ഡൗൺ. 1 സ്ലോ 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. അടുത്ത സായ ട്രൈ ചെയ്യാൻ പോകണതാണ്. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് നെഗറ്റീവ് ഫേസ്. മുകളിൽ പോയി ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം വളരെ സ്ലോ ആയിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ പറയുമ്പോൾ മാത്രം ഒരു ഹോൾഡ് ചെയ്ത് ഒരു 3 കൗണ്ട്സിന് ശേഷം ഫേസ് ഔട്ട് ചെയ്ത് 10 കൗണ്ട്സിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ലോ ആയിട്ട് താഴേക്ക് വരണം. അപ്പോൾ ശരിക്കും മേലോട്ട് പോയിക്കോ ആദ്യം. അതിന് ശേഷം ഓക്കെ ഹോൾഡ് ചെയ്തോ. 1 2 3 4 5 6 7 8 9 10 ആൻഡ് ഡൗൺ. അപ്പോൾ മരിയ കുറച്ചുകൂടി ട്രെയിനിങ് റെഗുലറായിട്ട് ആളായതുകൊണ്ടാണ് ആ നെഗറ്റീവ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സായ സ്റ്റിൽ ഡിഡ് ഇറ്റ് ഗുഡ്. 10 കൗണ്ട് ചെയ്തെങ്കിലും അപ്രോക്സിമേറ്റ്ലി 6 എത്തിയപ്പോൾ തന്നെ താഴെ എത്തി. അടുത്ത സെറ്റിൽ ഒന്നുകൂടി നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം, കുറച്ചുകൂടി ഒന്ന് സ്ലോ ആയിട്ട് ചെയ്യാനായിട്ട്. മരിയ വട്ടെ. അപ്പോൾ ഈ ചെയ്യുന്നതും ഒരു 5 സെറ്റ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രോബബ്ലി നിങ്ങളൊരു ബാക്ക് വർക്കൗട്ട് ചെയ്യുന്ന ദിവസം ഇത് ഇൻകോപ്പറേറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വർക്കൗട്ടിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ബാക്ക് വർക്കൗട്ട് കഴിഞ്ഞ് ഇത് ചെയ്യാൻ നമ്മൾ ഫുള്ളി എക്സോസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, ഗോ അപ്പ്, ഹോൾഡ് 1 2 3 4 5 6 7 8 9 10 ആൻഡ് ഡൗൺ. ആ താഴേക്ക് വരുന്ന മൂവ്മെൻറ്റ് കുറച്ചുകൂടി കൺട്രോൾഡ് ആണ്. നെക്സ്റ്റ് സെറ്റ്
ഇനി പാർട്ടിസിപ്പൻറ്റിന് അത്രയും ചെയ്യാം, നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് ഫ്രീക്വൻസി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ലോങ്ങർ ഗ്യാപ്പ് എടുക്കാം. 1 2 3 4 5 6 7 8 9 10 ഡൗൺ. അപ്പം ഇങ്ങനെയാണ് ഇത് 2 ഫേസിൽ ചെയ്യുന്നത്. ഒരെണ്ണം നമുക്ക് ഹോൾഡ്, ഒരെണ്ണം നമ്മൾ ഡൈനാമിക് മൂവ്മെൻറ്റ്, ഒരെണ്ണം ഐസോമെട്രിക് ഹോൾഡ്, ഗ്രിപ്പ് സ്ട്രോങ് ആകാനും മസിൽസിനെ ഐസോമെട്രിക്കിൽ സ്ട്രെങ്തൻ ചെയ്യാൻ. അതിനുശേഷം നെഗറ്റീവ് ഫേസിൽ താഴേക്ക് വരുന്നത് 10 സെക്കൻഡ്സ് കൺട്രോൾഡായിട്ട് താഴേക്ക് വരിക. ഈ റുട്ടീൻ നമ്മൾ ഒരു 8 വീക്സ് വരെ ഇവരെ രണ്ടുപേരെയും ട്രെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വീക്കിലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ആണ് ഈ റുട്ടീൻ ഫോളോ ചെയ്യുന്നത്. പ്രോബബ്ലി ബാക്ക് വർക്കൗട്ട് ചെയ്യുന്ന അന്ന് പ്രോപ്പർ വാമപ്പ്, സ്പെസിഫിക് വാമപ്പ് അതിൽ ആറ്റ് പുൾ ഡൗണിൽ ചെയ്താൽ മതി ചെറിയ വെയിറ്റിൽ. അതിനുശേഷം ഈ റുട്ടീന് ശേഷം ഒരു ഇനി മുതൽ ബാക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോബബ്ലി വൺസ് ഇൻ എ വീക്ക്, കുറച്ച് നല്ല ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ വൺസ് ഇൻ എ വീക്ക് മതി. ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ലോ ഇൻറ്റൻസിറ്റി ചെയ്യുന്നവർക്ക് ബിഗിനേഴ്സ് ആകുമ്പോൾ പ്രോബബ്ലി ലോ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലേക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ആഴ്ചയിൽ 2 ദിവസം വരെ ഈ റുട്ടീൻ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം 8 വീക്സ് കഴിയുമ്പോൾ ഇവരെങ്ങനെയാണ്, എത്ര ഈസി ആയിട്ടാണ് ഇത് പെർഫോം ചെയ്യുന്നതെന്നുള്ളത്. താങ്ക് യു.